പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. തിരുവനന്തപുരം വേണ്ടാന്ന് വെച്ചിട്ട് വന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലം തൃശ്ശൂരാണ്. അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കാനേ പോകുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, അവിടെ എനിക്ക് എപ്പോഴും അവിടെ CPIക്ക് നല്ല ഹോൾഡുള്ള സ്ഥലമാണ്, കോൺഗ്രസ്സിന് നല്ല ഹോൾഡുള്ള സ്ഥലമാണ്, CPMന് നല്ല ഹോൾഡുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ അങ്ങനെ വലിയ രീതിയിൽ മാറ്റം വരുത്തി അപ്പോൾ എന്താണ് ഇത് മൂന്നിനെയും തകർത്ത് BJPക്ക് കയറി വരാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാ സ്ഥലത്തും ഇപ്രാവശ്യം എന്തായാലും ഏതെങ്കിലും കാരണവശാൽ BJPക്ക് സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്ന മണ്ഡലങ്ങളെല്ലാം ഒരു CPM കോൺഗ്രസ് ധാരണ പ്രാദേശിക തലത്തിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പല ചർച്ചകളും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് താനും. പല സ്ഥാനാർത്ഥികളെയും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പല സ്ഥാനാർത്ഥികളും BJPക്ക് സാധ്യതയുള്ള സ്ഥാനാർത്ഥി പൊതു സ്ഥാനാർത്ഥിനെയാണ് നിർത്തിയിട്ടുള്ളത്. കാരണം അവിടെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിനെ പല വാർഡുകളിലും നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോടൊക്കെ നോക്കിയാൽ അറിയാം, പല വാർഡുകളും BJP ജയിച്ചു വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പൊതു സമ്മതനായിട്ടുള്ള സ്ഥാനാർത്ഥി അവിടെ CPMകാരനെ അവിടെ കോൺഗ്രസ്സുകാരനെ നിർത്തിയിട്ടില്ല. കാരണം അവിടെ എങ്കിലും ഇദ്ദേഹം കയറി വരിക എന്നുള്ള മൈൻഡ് സെറ്റിലാണ് രണ്ടുപേരും നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ജയിച്ചു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം BJPയുടെ ഒരു ബീഹാർ പോലത്തെ ഒരു പ്ലാൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ പോലത്തെ ഒരു പ്ലാൻ ഒരു കാരണവശാലും കേരളത്തിൽ വിജയിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.